ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം അനുവദിക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം അനുവദിക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. 10 വർഷത്തിലധികമായി ആധാരമെഴുത്ത് ജോലി ചെയ്തു വരുന്നവർക്ക് പരീക്ഷ കൂടാതെ തന്നെ മാനേജ്മെന്റ് ലൈസൻസ് നിർബന്ധമായും കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും യോഗം മുന്നോട്ട് വെച്ചു. KV രവീന്ദ്രനഗർ ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന യോഗം കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലർ N ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആരാണ് ചെയ്തിരുന്നത് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ സംഘടന തയ്യാറാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനക്ക് നല്ലൊരു നേട്ടവും നല്ലൊരു പേരും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, ഒരു മേഖല മാത്രമല്ല, ആരോഗ്യകരമായാലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും മറ്റു മേഖലകളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഈ സംഘടന നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തും അറിയപ്പെടുന്ന സംഘടനയായി മാറിയെടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കണം. പല തെറ്റുകുറ്റങ്ങളുണ്ടാവും, അതൊക്കെ തിരുത്തി ഏതോ ഈ സംഘടനയുടെ നേതൃത്വം ഉണ്ടാവും. അതൊക്കെ കൂട്ടായ്മ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഭാവി ജീവിതത്തിലേക്ക് ഈ സംഘടനയെ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് P മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VV വിനോദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ K ബേബിലത, ജില്ലാ ട്രഷറർ M ബലരാമൻ നായർ, ജില്ലാ വനിതാ കൺവീനർ PV ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീജ അരവിന്ദാക്ഷൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി TP ബീന സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PV ഷീബ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.